എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് രാവിലെ ഞാൻ എക്സസൈസ് വീഡിയോ ഇട്ടില്ല, കാരണം എൻ്റെ കാലിന് ചെറിയൊരു വേദന, അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇന്ന് തൊട്ട് നമുക്ക് നാളെ തൊട്ട് ഞാൻ കറക്റ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോഴെപ്പോഴും ഇടയ്ക്ക് നമുക്ക് ആ ഒരു ബോഡി പെയിന്, ആ കാലിൻ്റെ വേദന കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇടാത്തത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഞാൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പുള്ള എക്സസൈസ് ഏതെങ്കിലും ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. പിന്നെ റംസാൻ ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റംസാന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്കുള്ള ചെറിയ എക്സസൈസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എക്സസൈസ് റൊട്ടീനായിട്ടേ പോട്ടും. നമ്മുടെ കൂടെ ഇങ്ങനെ ഡെയിലി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ നല്ലതായിരിക്കും, സൂപ്പറായിരിക്കും കാണാനായിട്ട് അല്ലേ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഒരാളെൻ്റെ അടുത്ത് ഡെയിലി, ഹാരിസ് ആണെന്ന് തോന്നുന്നു, ഡെയിലി ചോദിക്കണം, ചേച്ചി എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്നും. എങ്കിലും ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഫേഷ്യൽ ഹെയറിൻ്റെ പ്രോപ്പറായിട്ട് എങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഹെയർ ഫുള്ളായിട്ട് നീക്കം ചെയ്യണമെങ്കിൽ അത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് നമുക്കങ്ങ് പെർമനന്റ് കളയാൻ പറ്റത്തില്ല. അതിന്റെ പുറകിൽ നമ്മൾ കുറച്ച് എഫേർട്ട്, കുറച്ച് നാൾ കണ്ടിന്യൂസ് ഇട്ടാൽ മാത്രമേ നമുക്കത് ഫുള്ളായിട്ട് കളയാനായിട്ട് പറ്റുള്ളൂ. അതിന് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നമ്മൾ എങ്ങനെയാണോ നിങ്ങൾ എനിക്ക് വാക്സ് ചെയ്യുന്നതിനോട്, പ്രത്യേകിച്ച് ഫേസ് വാക്സ് ചെയ്യുന്നതിനോട് ഞാൻ 100% എതിർപ്പാണ്. ബിക്കോസ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ലൂസായി പോകാനായിട്ട് കാരണമാകും ഇതുപോലെ വാക്സ് ചെയ്യുന്നത്. വാക്സിങ് ക്രീം ഒന്നും ഫേസിന് അത്ര നല്ലതല്ല. എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ച് നല്ലപോലെ അപ്പർ ലിപ്സ് ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അത്ര അപ്പർ ലിപ്സ് ഇല്ല. അപ്പം ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓൾറെഡി വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരെണ്ണം റീസെൻ്റ് ആയിട്ട് ഞാൻ തെണ്ടൽ സാറിൻ്റെ അടുത്ത് പോയതിന് ശേഷം പുള്ളി പറഞ്ഞു തന്നൊരു ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുപ്പമേനി ഉപയോഗിച്ചിട്ട്. കുപ്പമേനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു ചെറിയ തൈ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ റോഡിലൊക്കെ ഇഷ്ടം പോലെ കാണും. ഞാനത് കാണിച്ചു തരാം. ഇതാണ് കുപ്പമേനി എന്ന് പറയുന്നത്. കുപ്പമേനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, ഇതിപ്പോൾ ഒരു ചെറിയ തൈയാണ്, ഞാനിപ്പോൾ ഒരു ഇഷ്ടം പോലെ എല്ലായിടത്തും പടർന്ന് കിടപ്പുണ്ടാവും. നിങ്ങളുടെ വീട്ടിലെല്ലാം ഒരു കുപ്പമേനി തൈ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. കുപ്പമേനി അരച്ച് നമ്മൾ തലയിൽ തേക്കാറുണ്ട്. അപ്പം നമുക്ക് മുടി കൊഴിഞ്ഞു പോകില്ലേ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ കുപ്പമേനി നമ്മുടെ ശരീരത്തിൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറ്റിയെടുക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് നമ്മുടെ ഹെയർ, ഇപ്പം ഇന്ന് എനിക്ക് ഒരു കല്യാണത്തിന് പോകണം. എൻ്റെ കൊളീഗ് മുന്നേ വർക്ക് ചെയ്തിരുന്ന കൊളീഗിൻ്റെ ഒരു കല്യാണമാണിത്. കുറച്ച് ദൂരം പോകണം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസിൻ്റെ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്, ഞാൻ ടിങ്കിളിൻ്റെ ഈ ഒരു ബ്ലേഡാണ് എപ്പോഴും ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. ഫേസിൽ നല്ല എൻ്റെ കാലിലായിരുന്നാലും കയ്യിലായിരുന്നാലും ഒക്കെ ഞാൻ ഈ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടിങ്കിളിൻ്റെ ഈ ഒരു ബ്ലേഡ് ഒരു പാക്കറ്റിൽ 3 എണ്ണം കാണും. നിങ്ങൾ ഫേസിനൊന്ന് മാറ്റി വയ്ക്കുക, നമ്മുടെ കൈക്കും കാലിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ പ്രൈവറ്റ് പാർട്സ് യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു ബ്ലേഡ് നല്ലതാണ്, ഹാം ആകില്ല. ബിക്കോസ് നമുക്കൊരു മുറിവോ അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ഈസി ആയിട്ട് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ഫേഷ്യൽ ഇതൊക്കെ ഉണ്ട്. മോളെ അവിടെ പോയി പോട്ടെ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു അലോവേര ജെൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അലോവേര ജെൽ എടുക്കുക. അലോവേര ജെല്ലാണ് നമ്മുടെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം. എൻ്റെ അലോവേര ജെല്ലെല്ലാം തീർന്നു പോയി കേട്ടോ. ഓക്കെ, ഇപ്പം എന്തെങ്കിലും മോളോ നമ്മുടെ വലിയ ബാഗിനകത്ത് കോട്ടൺ കിടക്കും, നീ എടുത്തുകൊണ്ടോ മോനെ. കോട്ടൺ, ആ റൗണ്ട് കളർ കോട്ടൺ വലിയ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം നമ്മളിത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയാണോ ഹെയർ എടുക്കുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഹെയർ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഫേസിൽ അഴുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഞാൻ ഇതുപോലുള്ള കോട്ടൺ പീസസ് നിറയെ വാങ്ങി വെക്കും കേട്ടോ. തീരുമ്പം റൗണ്ടിലുള്ള ഇത് നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ വെച്ചിട്ട് കിടക്കാനായിട്ട് നല്ല സുഖമല്ല, ഇങ്ങനെയുള്ള കോട്ടൺ പാഡ്സ് അത് വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണോ എടുക്കുന്നത്, ഇപ്പം ഞാൻ ഇവിടെയൊക്കെ എടുത്ത് കാണിക്കാൻ നിങ്ങളെ, കാരണം എല്ലാവർക്കും പേടിയല്ലേ ഫേസ് എടുക്കാനായിട്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളാണ് എടുക്കുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കട്ടിയായിട്ട് വരിക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല. പക്ഷേ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വിടരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ജസ്റ്റ് നമ്മുടെ സ്കിന്നൊന്ന് മേഖലയിലോട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഷേവ് ചെയ്ത് കൊടുക്കാം. നല്ല ഫുള്ളായിട്ടും വരും. നമ്മുടെ ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതുപോലെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കിന്നൊന്ന് ഇത് കൊടുത്തിട്ട് കണ്ടോ, ഒരു പേടിയും വേണ്ട. ഞാനിപ്പം ഒരുപാട് എടുത്തെടുത്ത് എനിക്കിപ്പോൾ അത്രയും അങ്ങോട്ട് വളരാറില്ല. ഞാനൊരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നല്ലപോലെ ക്ലീൻ ചെയ്യും. നമ്മുടെ അപ്പർ ലിപ്സ് ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട്
പക്ഷെ നമ്മളൊരു പെൻ പിടിക്കുന്നത് പോലെ മാത്രമേ ഇത് പിടിക്കാൻ പാടുള്ളൂ. അത് ഇങ്ങനെയൊക്കെ വെച്ചെടുത്താലൊന്നും വരത്തില്ല. കണ്ടോ, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നേ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഡൗട്ടാണ്, ചേച്ചി ഇത് ചുമ്മാ പറയുമല്ലോ, ചേച്ചിയുടെ ഫേസിലൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, ഞങ്ങളെ കൊണ്ട് ചുമ്മാ ചെയ്യിപ്പിക്കുന്നതല്ലേ. ഒരിക്കലുമല്ല, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാറില്ല. ഞാൻ ചെയ്ത് എൻ്റെ മുഖത്ത് തന്നെയാണ് എല്ലാ പരീക്ഷയും കാണിച്ചു തരാറുള്ളൂ. നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡും അതേപോലെ തന്നെ നല്ലപോലെ എല്ലായിടും ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമേ. ഇപ്പൊ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് നെറ്റിയും നമ്മുടെ ഈ സൈഡും ഒക്കെ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം കഴുകിയൊന്നുമില്ല. എടുത്തതിന് ശേഷം അത് മുട്ട അങ്ങ് തുടച്ചു കളഞ്ഞിട്ട് മുഖം നേരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പാക്ക് റെഡിയാക്കണം. ആ ഒരു പാക്കും കൂടെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കണം. അതായത് കുപ്പമേനി വെച്ചിട്ടൊരു പാക്ക് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പമേനി ആവശ്യത്തിന് കുപ്പമേനി പൗഡർ എടുക്കുക. നമുക്ക് അങ്ങാടി കടകളിലൊക്കെ ഈ കുപ്പമേനി പൗഡർ വാങ്ങിക്കാൻ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല, 10-35 രൂപയേ ഉള്ളൂ. ഒരു സ്പൂണ് കുപ്പമേനി പൗഡർ നമ്മൾ എടുക്കുക. നിങ്ങൾ ഓൺലൈൻ്റെ ലിങ്ക് വേണം ഞാൻ കൊടുത്തേക്കാം കേട്ടോ. താഴെ കുപ്പമേനി പൗഡറിൻ്റെ ഒരു സ്പൂണ് കുപ്പമേനി പൗഡർ എടുക്കുക. അതേ അളവിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും ഒരു സ്പൂൺ അളവിൽ അതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മുടെ കുപ്പമേനിക്ക് കുറച്ചൊരു എന്താ പറയുന്ന ഒരു എരിച്ചിൽ ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ തണുപ്പിക്കാൻ ഒരു കൂളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ സഹായിക്കും. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഹെയർ ഒക്കെ നല്ലപോലെ എടുക്കണം. നമ്മൾ ഇതിടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഹെയർ പോകെ വളരെ തിന്നായിട്ട് അത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് കുപ്പമേനി പൗഡർ എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിരികത്തിലൊന്നും പെടാതെ നോക്കിക്കോണം. നമ്മുടെ ഈ സൈഡിലുള്ള മുടിയിലൊന്നും പെടാതെ നോക്കിക്കോണം. അതുകൊണ്ട് ഹെയർ അധികമായിട്ടുള്ള ഭാഗത്ത് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യാം. സ്കിന്നും നല്ല ബ്രൈറ്റൻ ആകും കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഒരു കണ്ണാടി വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പിരിയത്തിലൊക്കെ പെട്ടാലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു അപ്പർ ലിപ്സില്ലേ, ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ താടി, അതായത് മുടി, ഈ തൈറോയിഡൊക്കെ PCOD ഒക്കെ ഉള്ളവർക്ക് ഈ മുടിയൊക്കെ ഇവിടെയൊക്കെ അധികമായിട്ട് കാണത്തില്ലേ, അവർക്കൊക്കെ നല്ല പോലെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയും, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ സ്കിന്നും നല്ല സ്കിൻ ടോണും ഇമ്പ്രൂവ് ആകും. നമുക്ക് ആ ഒരു മുടിയെല്ലാം നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആ ഒരു മുടി വളരുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇട്ട് കൊടുക്കണം. എനിക്കിപ്പോൾ മുടി എന്ന് പറയാനായിട്ട് ഈ ഒരു അപ്പർ ലിപ്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഫേസ് ഫുള്ള് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഫേസ് ഫുള്ള് നമുക്ക് ഇടുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇനി അത് പേടിക്കൊന്നും വേണ്ട. ഇനി അങ്ങോട്ടൊരു മുടിയിലൊന്നും ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് മാത്രം ഇട്ട്. നിങ്ങൾക്ക് എവിടെയാണോ മുടി വളർച്ച അധികമായിട്ട് തോന്നുന്നത് ആ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയും. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളെ ഫേസിൽ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല കൂൾ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇപ്പം ഞാനിത് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല നോർമൽ കൂൾ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പൈപ്പ് ഇതിനുള്ള നോർമൽ വാട്ടറിൽ ജസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എനിക്കിവിടെയൊക്കെ കണ്ടോ നല്ല കുഞ്ഞു ഹെയർ നിറയെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ. അതൊക്കെ പൂർണ്ണമായിട്ട് വന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ പാക്ക്, ഞാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഈ പാക്ക് ഇടാനായിട്ട്. നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ ഇരുന്ന് 2-ൽ കൂടുതൽ പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് മാസത്തിൽ 4 പ്രാവശ്യമാണ് നിങ്ങൾക്ക് ഇടാം. ഇതിനോട് വേറെ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ആയുർവേദിക് മാതിരി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട. ഓക്കെ, എന്നിട്ട് ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും മാറണ്ട, ചെറുതായിട്ടൊന്നും മാറിയിട്ട് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ എടുത്ത് കയ്യിലൊന്ന് വെച്ച് ചൂടാക്കിയിട്ട് ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ബിക്കോസ് കൂൾ ആവണമല്ലോ. നമ്മൾ ഓൾറെഡി ഒന്ന് ഷേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്നും സ്കിന്നിനെ ഒരു രീതിയിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഈ ഭാഗത്തൊക്കെ എനിക്കിവിടെ ഒരു വെട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ 2 കവിളിലും ഉണ്ട് കേട്ടോ ഒരു വെട്ട്. എൻ്റെ അമ്മയ്ക്കും ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്കും ഉണ്ട് അങ്ങനെ ഈ 2 കവിളിലും ഒരു വെട്ട്. എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ട് ഇരിക്കട്ടെ അല്ലേ. എന്തെങ്കിലുമൊക്കെ വേണ്ടേ പാരമ്പര്യമായിട്ട്. എന്നിട്ട് കണ്ണിൽ നല്ലപോലെ കണ്ണിൻ്റെ അടിഭാഗത്ത് ഒക്കെ ആ മോയ്സ്ചറൈസർ ക്രീം നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സുന്ദരിയായില്ലേ? ഇനി എനിക്കൊന്ന് വെളിയിലൊന്ന് പോയി ഒന്ന് ത്രെഡും കൂടെ ചെയ്യണം. ത്രെഡ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ത്രെഡ് ചെയ്യാം, പക്ഷെ എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു കല്യാണത്തിന് പോകും. അതുകൊണ്ട് തന്നെ
ത്രെഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അവൾ പോയൊന്ന് ത്രെഡൊക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് വരാം. വളരെ ഈസി ആയിട്ടുള്ള മാർഗ്ഗമല്ലേ. കുപ്പുമേനി പൗഡർ കിട്ടാത്തവർക്ക് ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാൻ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാം. വാങ്ങിച്ച് ഷുവറായിട്ട്, പ്രത്യേകിച്ചും ഒരുപാട് താടിയൊക്കെ ചിലർക്ക് PCOD തൈറോയിഡൊക്കെ ഉള്ളപ്പോൾ കണ്ടിട്ടില്ല എവിടെയൊക്കെ ഉള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ഇട്ട് നോക്കൂ, നല്ല രീതിയിൽ പോകും. പിന്നെ ഈ ബ്ലേഡ് വെച്ചെടുക്കുമ്പോൾ പേടിയൊന്നും ആർക്കും ഒരു പേടിയും വേണ്ട, ഒരു രീതിയിൽ നിങ്ങളെ ഹാംഫുൾ ആക്കത്തില്ല. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേ, പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ചേച്ചി ഇത്രയും ചെയ്ത് കാണിച്ചല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അടുത്തതിന് ഒരു കിഡിലെ ഓയിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചില്ലേ മുടി കറുപ്പാക്കാനുള്ള ഓയിൽ. തീർച്ചയായിട്ടും ഒരു കിഡിലൻ ഓയിൽ നമുക്ക് വരുന്നുണ്ട്. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.